ഒരു അൺയൂഷ്വൽ ടൈറ്റിലാണ്. അങ്ങനെ തന്നെ നേതാവേ അഞ്ചെട്ടെണ്ണം പിന്നാലെ. അപ്പോൾ ഇതൊരു ഒരു ഒരു ഗ്രാമം പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു സിനിമയാണ്. ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിന് പ്രവേശനമില്ലാത്തൊരു ഗ്രാമം, ഒരു സാങ്കല്പിക ഗ്രാമം, അവിടേക്ക് രാഷ്ട്രീയം വരുന്നതാണ്. അതാണ് ഇതിൻ്റെ ത്രെഡ്. രാഷ്ട്രീയം വന്നതിന് ശേഷം വരുന്ന ഗുണങ്ങളും ദോഷങ്ങളും. അത് കഥാപരമായി ഗ്രാമത്തിൽ വർഷങ്ങളായി നാടുവാഴികളായ പെരുമാൾ കുടുംബം, ഇപ്പോൾ പെരുമാൾ ദേശത്തെ പെരുമാൾ പിള്ളയും അദ്ദേഹത്തിൻ്റെ മകനും, മകൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്, കാർത്തിക പെരുമാൾ. ഞങ്ങളുടെ ഒപ്പോണൻസ് ആയിട്ടുള്ള ഗണപതി പിള്ളയും അദ്ദേഹത്തിൻ്റെ മകനും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവർക്ക്. വർഷങ്ങളോളം ശ്രമിക്കുന്നു, പക്ഷെ ഒരിക്കലും പെരുമാൾ പിള്ളയും അവരുടെ ഫാമിലിനെയും ഒരു കാരണവശാലും പല 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 രീതികളിൽ അവർ ഭരണം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ അവരവസാനം തീരുമാനിക്കുകയാണ്, ഇവരെ തോൽപ്പിക്കണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയം കൊണ്ടുവരാം. സോ രാഷ്ട്രീയമില്ലാത്ത, ഇപ്പോൾ ഗ്രാമത്തിലെ ഒരു നിയമമാണ് രാഷ്ട്രീയക്കാർക്ക് അവിടെ പ്രവേശനമില്ല എന്നുള്ളത്. അപ്പോൾ അവിടേക്ക് രാഷ്ട്രീയം കൊണ്ടുവരുന്നതാണ്. രാഷ്ട്രീയം കൊണ്ടുവരണമെങ്കിൽ അവിടെ രാഷ്ട്രീയ ക്ലാസ്സുകൾ കൊണ്ടുവരണം, ജനങ്ങളെ അവെയറാക്കണം. സോ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ത്രെഡ്. സോ അതിൻ്റെ ഒരു ഹ്യൂമറാണ് ഇതിൻ്റെ. സോ ബേസിക് ഫോർട്ടേ ഹ്യൂമറാണ് ഇതിൻ്റെ. ഇത് ശരിക്കും ഇതിൻ്റെ ബേസിക് അണ്ടർ കറൻറ്റ് ഹ്യൂമറാണ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഹ്യൂമറാണ്. പക്ഷേ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന വിഷയങ്ങൾ, ഇതിൻ്റെ ബേസിക് ത്രെഡ് നോക്കുകയാണെങ്കിൽ പറയുന്ന വിഷയം കുറച്ച് സീരിയസ് ആയ വിഷയമാണ്. ഇപ്പോൾ കേരളത്തിലെ കൃഷി നടക്കുന്നു. അപ്പോൾ ഇതിൽ ക്യാരക്ടർ കാർത്തിക പെരുമാൾ പറയുന്ന ഒരു വലിയൊരു ഡയലോഗുണ്ട്. പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾക്കുണ്ട് രാഷ്ട്രീയം, നമ്മുടെ രാഷ്ട്രീയം കൃഷിയാണ്. സോ അങ്ങനെ ഒരു ചിന്താഗതി, അങ്ങനെ ഒരു ഫിലോസഫിയിലൂടെ ട്രാവൽ ചെയ്യുന്ന ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ. സോ അവിടേക്ക് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ ഇതൊരു അണ്ടർ കറൻറ്റ് മെയിനായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ പടത്തിൽ. ഇതിന് എതിരായിട്ട് അല്ലെങ്കിൽ ഇതിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഗ്രാമത്തിലേക്ക് രാഷ്ട്രീയം വരുന്നത്. അപ്പോൾ രാഷ്ട്രീയം വരുന്നത് ഗുണമാണോ ദോഷമാണോ ഈ ഗ്രാമത്തിന് എന്ന് നോക്കുമ്പോൾ ഈ ഗ്രാമത്തിന് അത് ദോഷം ചെയ്യുന്ന രീതിയിലാണ് സ്ക്രിപ്റ്റിൽ വരുന്നത്. അതേസമയം കാർത്തിക പെരുമാൾ പറയുന്നുണ്ട് അതുപോലെ രാഷ്ട്രീയം നല്ലതാണ്, നല്ല രാഷ്ട്രീയം എപ്പോഴും നല്ലതാണ് നല്ല രീതിയിൽ. അപ്പോൾ ഇതിന് എഗൻസ്റ്റ് ഒന്നുമല്ല, പക്ഷേ അവിടെ അതില്ലാതെ തന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആണ് അത്. സോ ബേസിക് ത്രെഡ് കുറച്ച് സീരിയസ് ആണെങ്കിലും ഇത് നമ്മൾ കുറച്ച് ഫുൾ ലെങ്ത് ഹ്യൂമർ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സിനിമയിൽ പല പടങ്ങളും ആ ഒരു അണ്ടർ കറൻറ്റ് ഹ്യൂമറിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ കാർത്തിക പെരുമാൾ, ഈ ക്യാരക്ടറിനോട് നമുക്കൊരു ബഹുമാനം, നമ്മൾ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ ക്യാരക്ടറിനോടൊരു ബഹുമാനം തോന്നും. അത് എല്ലാ ക്യാരക്ടറും അങ്ങനെ വന്നോളുന്നില്ല. ഇപ്പം നമ്മൾക്ക് അങ്ങനെ ക്യാരക്ടറിനോട് ഒരു ബഹുമാനം തോന്നുമ്പോൾ പ്രത്യേകിച്ച് നമുക്കതിനോടൊരു താല്പര്യം തോന്നും. പിന്നെ ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അച്ഛൻ്റെ പാതയിലൂടെ ട്രാവൽ ചെയ്യുന്നു, ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മകൻ. പിന്നെ അതിന് എഗൻസ്റ്റ് ആയിട്ടൊരു വലിയൊരു ഫോഴ്സ് ഓപ്പോസിറ്റ് നിന്ന് വരുമ്പോൾ ഇത് തന്നെ ആണ് നമ്മുടെ ജീവിത മാർഗം, ഇത് തന്നെയാണ് നമുക്ക് നന്മ നൽകുന്നത് എന്ന് ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ക്യാരക്ടറിനോടുള്ളൊരു താല്പര്യം തീർച്ചയായിട്ടും അതാണ് ആദ്യം അട്രാക്റ്റ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിലെ ഈ ഹ്യൂമർ എലിമെൻ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആ വിഭാഗത്തിന് അല്ലെങ്കിൽ ആ ഗ്രാമത്തിലേക്ക് അതിൻ്റെ ഒരു ഒപ്പോസിങ് ഫാക്ടറായിട്ടാണ് രാഷ്ട്രീയം വരുന്നത്. പക്ഷേ രാഷ്ട്രീയം വരുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഹ്യൂമറായ രീതിയിലായിരുന്നു. അതാണ് എനിക്ക് കുറച്ചും കൂടിയും അതും ഒരു അട്രാക്റ്റീവ് എലിമെൻ്റ്. അത് വളരെ സീരിയസ് ആയി വന്നിരുന്നെങ്കിൽ ഇതൊരിക്കലും നടക്കില്ല. പിന്നെ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ആയി പോകും, പിന്നെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇല്ലാണ്ടായി പോകും. സോ ഈ ഒരു രണ്ട് ഫാക്ടേഴ്സ് എന്നെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കഥാപാത്രം നമ്മളുടെ ആ ഒരു സേഫ് സോണിലുള്ള ഒരു ക്യാരക്ടറാണ്. ശരിക്കും ഞാൻ മനഃപൂർവ്വം അങ്ങനെ എടുക്കുന്നൊന്നുമല്ല. അതിൻ്റെ ഒരു ഐറണി എന്താണെന്ന് വെച്ചാൽ തമിഴിൽ ചെയ്യുന്ന സിനിമകൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ അവർ പറയുന്നത് എന്താ വെച്ചാൽ എന്നെ കാണുന്ന ആർട്ടിസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾക്ക് സോഫ്റ്റ് നേച്ചേർഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടറൊന്നും പറ്റില്ല ഇയാൾക്ക്, അങ്ങനെ ഒരു സോഫ്റ്റ് ഒട്ടും പറ്റില്ല. ഭയങ്കര റഗഡും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ആക്ഷൻ ഓറിയൻറ്റഡും ഒക്കെയാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ ഈ കഥയും ഈ പറഞ്ഞ പോലെ
എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മകൻ. സോ അത് ആ കാര്യത്തിൽ ഒരു പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ള പല ക്യാരക്ടേഴ്സിൻ്റെയും ട്രേസസ് ഈ പടത്തിലുണ്ട്. അതൊരു സിനിമ മാറുന്നത് പോലെ ഈ ഓരോ കാലഘട്ടം അല്ലെങ്കിൽ ഓരോ ഈ ജനറേഷൻ്റെ മാറ്റം എന്ന് പറയാൻ പറ്റില്ല, അതാത് സമയത്ത് ഓരോരോ മാറ്റങ്ങൾ വരില്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഗ്രാമകഥകൾ വീണ്ടും ഗോയിങ് ബാക്ക് ടു യെസ്റ്റർ ഇയേഴ്സ് എന്ന് പറയുന്ന പോലെ അതിനൊരു പ്രസക്തി വന്നുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം നമ്മൾ സിറ്റി ലൈഫിലേക്ക് പോകുന്നു അത്രത്തോളം ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സിലേക്ക് പോകുന്ന പല സിനിമകളും വരുന്നു. അത് എനിക്ക് തോന്നുന്നത് അതിൽ ഒന്ന് നിഷ്കളങ്കമായ കുറേ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ കുറേ ക്യാരക്ടേഴ്സ് കിട്ടാവുന്നതാണ് ഗ്രാമത്തിൽ. ഒരു പക്ഷേ പലപ്പോഴും മിസ്സാകുന്ന സിറ്റി ലൈഫിൽ മിസ്സാകുന്ന ഒരു എലിമെൻറ്റും കൂടിയാണ് നന്മ എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ്, സമയമില്ലായ്മ. ഇതൊക്കെ ഒരു പക്ഷേ ഗ്രാമത്തിലെ ക്യാരക്ടേഴ്സിന് പലപ്പോഴും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് തീർച്ചയായിട്ടും അത് വീണ്ടും എത്രത്തോളം നമ്മൾ അതിലേക്ക് പോകുന്നു, അത് നന്മയുടെ എലിമെൻ്റ് എന്നും നിൽക്കുന്നൊരു വിഷയമാണ്. സോ അത്രത്തോളം അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നോ അതൊരു വിജയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വിചാരിച്ചിട്ട് എത്രയോ ഈ സോ കോൾ ന്യൂ ജനറേഷൻ സമയത്ത് അതില്ലാണ്ട് തന്നെ എത്രയോ സിനിമകൾ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ അതും ഭയങ്കരമായിട്ട് സക്സസ്ഫുള്ളായി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ടോട്ടലി ഇത് മിസ്സാകാതെ ഇപ്പോൾ പലപ്പോഴും പല പടങ്ങളും ഇപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ പുതിയ ഡയറക്ടേഴ്സ് ആയാലും അവർ പെട്ടെന്ന് പറയുന്ന ഉദാഹരണങ്ങൾ തന്നെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയും സത്യൻ അന്തിക്കാട് സാറിൻ്റെ പടങ്ങളിൽ പോലെ, അല്ലെങ്കിൽ അങ്ങനെ പല ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അത് റെഫറൻസ് ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായ വളരെ സത്യസന്ധമായ ഒരു ലൈഫ് അവിടെ, പല വിഷയം ചിലപ്പോൾ സീരിയസ് ആയിരിക്കും പക്ഷെ അത് ട്രീറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായി. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഇപ്പോൾ എൻലിവിൻ അതിപ്പോൾ വീണ്ടും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. ഇറ്റ്സ് ഗുഡ്.